ചേർപ്പ് ഊരകത്ത് കുമ്മാട്ടികൾ നിറഞ്ഞാടി. അമ്പലനട വിഭാഗം, കിസാൻ കോർണർ, യുവജന സംഘം, തെക്കുമുറി, വാരണംകുളം കുടുംബി ദേശ സമുദായം, വിളങ്ങോട്, കൊറ്റംകുളങ്ങര, ചിറ്റേങ്ങര ഉൾപ്പെടെ 8ഓളം കുമ്മാട്ടി സംഘങ്ങളും നിശ്ചല ദൃശ്യങ്ങളും വർണ്ണപ്പൊലിമ ചാർത്തുന്നതായിരുന്നു. ഓണക്കാലമെത്തിയാൽ തൃശ്ശൂരിലെ നാട്ടിടവഴികളിൽ ആട്ടവും പാട്ടുമായി കുമ്മാട്ടികളും എത്തും. വിനോദ കലയെന്ന രൂപത്തിലാണ് നാടൻ കലാചരിത്രത്തിലും കുമ്മാട്ടിക്കളിയുടെ സ്ഥാനം. തൃശ്ശൂരിനൊപ്പം പാലക്കാട്, വയനാട് ജില്ലകളിലും കുമ്മാട്ടി നടക്കാറുണ്ട്. ഓണക്കാലത്ത് ഓണത്തപ്പനെ വരവേൽക്കുന്ന തൃശ്ശൂരിലെ കുമ്മാട്ടിക്കളിക്ക് ശിവനും അർജുനനുമായുള്ള ഐതിഹ്യ കഥയുണ്ട്. പാശുപതാസ്ത്രം ശിവനിൽ നിന്ന് കിട്ടാൻ തപസ് ചെയ്ത അർജുനനെ പരീക്ഷിക്കാൻ മഹാദേവൻ തീരുമാനിക്കുന്നു. കിരാതരൂപം പൂണ്ട ശിവൻ വേട്ടയാടിയ പന്നിയെ ചൊല്ലി അർജുനനുമായി യുദ്ധം ചെയ്യുന്നു. തോറ്റ അർജുനന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ശിവൻ പാശുപതാസ്ത്രം നൽകുന്നു. അവിടെ എത്തിയ ഭൂതഗണങ്ങൾ ശിവനെ സന്തോഷിപ്പിക്കാൻ നൃത്തം ചെയ്തു. വടക്കുംനാഥ ക്ഷേത്രത്തിൽ കൂടിക്കൊണ്ട ശിവനും പാർവതിയും പിന്നീട് ഭൂതഗണങ്ങളുടെ നൃത്തം കാണാൻ ഒന്നുകൂടി ആഗ്രഹിച്ചു. സംപ്രീതനായ ശിവൻ ഓണക്കാലത്ത് മഹാബലി എത്തുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഭക്തരുടെ വീട്ടിൽ ആട്ടവും പാട്ടുമായി സന്തോഷിപ്പിക്കണമെന്ന് ഭൂതഗണങ്ങളോട് പറഞ്ഞു. അതാണത്രേ തൃശ്ശൂരിലെ കുമ്മാട്ടിക്കളിയുടെ ഐതിഹ്യം. ദേവ മനുഷ്യ കഥാപാത്രങ്ങളും മൃഗകഥാപാത്രങ്ങളും കുമ്മാട്ടിക്കളിയിലുണ്ട്. കയ്യിൽ വടിയുമായി എത്തുന്ന തള്ളമുഖം കുമ്മാട്ടിയാണ് വേഷങ്ങളെ നിയന്ത്രിക്കുക. ഇപ്പോൾ നാടൻ കലാരൂപങ്ങളും ഫാൻസി വേഷങ്ങളും കൂടി ജനത്തെ രസിപ്പിക്കാൻ വേണ്ടി ഒരുക്കാറുണ്ട്. ശരീരം മുഴുവൻ പർപ്പടക പുല്ല് വെച്ച് കെട്ടിയാണ് കുമ്മാട്ടി വേഷം ഒരുക്കുക. അപൂർവമായി വാഴയിലയും കെട്ടാറുണ്ട്. ഇതിനെ കുമ്മാട്ടിപ്പുല്ലെന്നും വിളിക്കാറുണ്ട്. പ്രത്യേക രീതിയിൽ കുമ്മാട്ടിപ്പുല്ല് പിരിച്ച് മെടഞ്ഞ ശേഷം കയറും കാഞ്ഞിരവള്ളിയും ഉപയോഗിച്ച് ദേഹത്ത് വെച്ച് കെട്ടും. ഇതിനു ശേഷമാണ് പൊയ്മുഖമണിയുക. കേരള പ്രണാമം ന്യൂസ്, തൃശ്ശൂർ.